ഹായ്, എല്ലാവർക്കും സ്വാഗതം. പഠിത്തത്തിൽ ടോപ്പാവണം, എക്സാമിൽ ജയിക്കണം, ഇതൊക്കെ നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളല്ലേ? പക്ഷേ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം ഇതൊന്നും നടക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ 2 തെറ്റുകളെക്കുറിച്ചും അതെങ്ങനെ തിരുത്താമെന്നും നമുക്ക് 2 കിടിലൻ കഥകളിലൂടെ ഒന്ന് നോക്കിയാലോ? തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ ശരിക്കും പഠിക്കുന്നത്? വെറുതെ നല്ല മാർക്ക് വാങ്ങി രക്ഷപ്പെടാനാണോ, അതോ ശരിക്കും അറിവ് നേടാനാണോ? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ കഥ കുറുക്കുവഴി എന്ന് പറയുന്ന ഒരു ട്രാപ്പിനെ പറ്റിയാണ്. എളുപ്പത്തിൽ ജയിക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് കാണാം. ഇതാണ് ടിങ്കുവും റിങ്കിയും. 2 പേരും ഇരട്ട സഹോദരങ്ങളാണ് കേട്ടോ. ഇവരുടെ മുന്നിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പരീക്ഷയിൽ ആർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുന്നത് അവർക്കൊരു പുത്തൻ സൈക്കിൾ സമ്മാനം. ടിങ്കുവിന് ഉറപ്പായിരുന്നു ജയിക്കാൻ ഈ ഷോർട്ട്കട്ട് ധാരാളമാണെന്ന്. അവൻ എന്തു ചെയ്തെന്നോ? പഴയ ചോദ്യപേപ്പറുകൾ മാത്രം എടുത്ത് അതിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചു. പക്ഷേ നമ്മുടെ റിങ്കി അങ്ങനെയല്ലായിരുന്നു. അവൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായി പഠിക്കുന്നതിലായിരുന്നു ശ്രദ്ധിച്ചത്. റിസൾട്ട് വന്നപ്പോൾ എന്തായി? ടിങ്കുവിന് തന്നെ കൂടുതൽ മാർക്ക്. അവന്റെ കുറുക്കുവഴി വിജയിച്ചുവെന്ന് തന്നെ പറയാം. അവൻ ഭയങ്കര അഭിമാനത്തോടെ ആ പുതിയ സൈക്കിളും അങ്ങ് വാങ്ങി. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ശരിക്കുള്ള ടെസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നു വൈകുന്നേരം അവർക്കൊരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടി. സമ്മാനം ഇതിലും വലുതായിരുന്നു. ചോദ്യങ്ങളൊക്കെ അവരുടെ സ്കൂൾ ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ടിങ്കു പഠിച്ച ആവർത്തന ചോദ്യങ്ങളൊന്നും അതിൽ വന്നില്ല. ചോദ്യങ്ങളുടെ രീതി മൊത്തത്തിൽ മാറിയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാം വിശദമായി പഠിച്ച റിങ്കി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു. എന്നാൽ നമ്മുടെ ടിങ്കു ഉത്തരങ്ങൾ കിട്ടാതെ ശരിക്കും വെള്ളം കുടിച്ചു. അപ്പോൾ ശരിക്കും ആരാണ് വിജയിച്ചത്? റിങ്കിയാണ്. കാരണം അവൾക്ക് മനസ്സിലായിരുന്നു പരീക്ഷയിലെ മാർക്കിനപ്പുറം യഥാർത്ഥ അറിവിനാണ് വിലയെന്ന്. ആ അറിവാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൂട്ടുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ കെണി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. ഇത് നമ്മളിൽ പലരും, മിടുക്കരായ കുട്ടികൾ പോലും സ്ഥിരമായി വീഴുന്നൊരു കെണിയാണ്. ഈ ശീലത്തിന് നമ്മൾ പറയുന്ന പേരാണ് നീട്ടിവെക്കൽ. അതായത് ഇന്നത്തെ കാര്യം നാളെ ചെയ്യാം, നാളത്തേത് മറ്റന്നാൾ ചെയ്യാം എന്ന് കരുതുന്നത്. ഇതിനെപ്പറ്റിയുള്ള കഥയാണ് സോനുവിൻ്റേതും വാണിയുടേതും. വാണി എല്ലാ ജോലികളും അതാത് സമയത്ത് തീർക്കുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷെ സോനു നേരെ തിരിച്ചായിരുന്നു. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൻ എപ്പോഴും പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. വീട്ടുകാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടും സോനു അതൊന്നും കേട്ടതേയില്ല. പരീക്ഷയുടെ തലേന്ന് രാത്രി ഇരുന്ന് എല്ലാം പഠിച്ചു തീർക്കാമെന്നായിരുന്നു അവന്റെ പ്ലാൻ. അങ്ങനെ പരീക്ഷയുടെ തലേദിവസം എത്തി. വാണി മുറിയിലിരുന്ന് നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു. സോനു ആണെങ്കിലോ പുറത്താകാശം ഇരുണ്ടു വരുന്നത് പോലും ശ്രദ്ധിക്കാതെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വലിയ ഇടിയും മഴയും വന്നത്. അതോടെ ഗ്രാമത്തിലെ കറണ്ടും പോയി. കളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനായി വീട്ടിലെത്തിയ സോനു ആകെ പെട്ടുപോയി. അപ്പോഴാണ് അവന് തന്റെ തെറ്റു മനസ്സിലായത്. പക്ഷെ എന്തു ചെയ്യാൻ? പോയ സമയം തിരിച്ചു വരില്ലല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ, സമയവും തിരയും ആരെയും കാത്തു നിൽക്കില്ല എന്ന്. അപ്പോൾ ടിങ്കുവിൻ്റെയും സോനുവിൻ്റെയും കഥകളിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? യഥാർത്ഥത്തിൽ വിജയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതിന് പകരം അറിവിനു വേണ്ടി പഠിക്കുക. പിന്നെ ചെയ്യാം എന്നു പറയുന്നതിന് പകരം ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുക. ഓർക്കുക, ഇപ്പോൾ കിട്ടുന്ന സമയത്ത് ആരാണോ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് അവരാണ് ഭാവിയിൽ ശരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ വലിയ വിജയങ്ങൾ തുടങ്ങുന്നത് ഇന്നത്തെ ഈ ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെറിയ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ചിലപ്പോൾ നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കാം. എന്തായാലും ആ ചെറിയൊരു മാറ്റം അത് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ.